ഞാൻ ദീപിക തിരുവനന്തപുരം ബ്യൂറോയിലിരിക്കുന്ന സമയത്താണ് കൃഷ്ണമൂർത്തി ISRO ഒരു എഞ്ചിനീയറായ കൃഷ്ണമൂർത്തി സൂര്യ എന്ന സംഘടന തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പരിപാടികൾ നടത്തുന്നു. ഇടക്കാലത്ത് ഞാൻ സ്കൂട്ടറിനകത്ത് അദ്ദേഹം നമ്മുടെയൊക്കെ ഓഫീസിൽ കൊണ്ടുവന്ന് ഒരു ഇന്നത്തെ പരിപാടിയെന്നോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത തന്നേച്ച് പോകാറുണ്ട്. അങ്ങനെ അത് കുറേ കാലം എൻ്റെ ഒരു വർഷമൊക്കെ കഴിയുന്നൊരു അങ്ങനെ ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും ഈ സൂര്യയ്ക്ക് അന്ന് കിട്ടിയിരുന്നില്ല. ഒരു ദിവസം നോക്കിയപ്പം കാണാം ഒരു ആളുകൂടെ ഒരു ചെറുപ്പക്കാരനും കൂടി അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിലുണ്ട്. അവിടെ കൊണ്ടുവന്നു കയറി വന്നു, രണ്ടുപേരും കൂടെ കയറി വന്നു. കണ്ടിട്ടൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല, ഒരു കറുത്ത ഒരാൾ നിൽക്കുന്നു. ആ വാർത്ത വന്നിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോൾ ഈ ISROയുടെ പ്രവർത്തനം കാണിക്കാനായിട്ടും അവിടുത്തെ പുരോഗതിയൊക്കെ കാണിക്കാനായിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ഡിഫൻസ് സെക്രട്ടറിയും ഒക്കെ കൂടെ വന്നൊരു പത്രസമ്മേളനം, പത്രക്കാരെ ക്ഷണിച്ചു അവിടത്തേക്ക്. തിരുവനന്തപുരത്തെ പത്രക്കാരെ എല്ലാം കൂടെ അവർ തന്നെ വന്ന് വാഹനത്തിൽ അവിടെ കൊണ്ടുപോയി. ഞങ്ങളത് കാണാൻ വന്നു. അപ്പോൾ അതിൻ്റെ വന്ന ഒരു കേന്ദ്ര മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ആ പരിപാടിക്കും കൂടെ വേണ്ടിയാണ് ആദ്യം പത്രസമ്മേളനം, അത് കഴിഞ്ഞ് ഈ ഉദ്ഘാടന സമയം. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ കാണാൻ ഒരാളിങ്ങനെ ഓടി നടന്ന കാര്യങ്ങളൊക്കെ വലിയ ചുറുചുറുക്കവിടൊന്നും അല്ലെങ്കിൽ പോലും അവിടെ ആ സ്റ്റേജിൽ വലിയ കാര്യമായിട്ട് നടക്കുന്നു. ആ മനുഷ്യനായിരുന്നു അന്ന് അവിടെ ഈ കൃഷ്ണമൂർത്തിയുടെ കൂടെ സ്കൂട്ടറിൻ്റെ പിറകിൽ വന്നത്. കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടുത്തെ എല്ലാത്തിലും ഉണ്ട്, സ്റ്റേജിലുണ്ട്. അപ്പോൾ അതൊരു കൗതുകം തോന്നി ഈ ആരാണെന്ന്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒരു അബ്ദുൽ കലാം എന്ന് ഒരാൾ ആണെന്ന് മനസ്സിലായത്. അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ഈ പരിപാടി വെച്ചപ്പോൾ അദ്ദേഹമായിരുന്നു ഞങ്ങളെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും, കടലാസ് കൊണ്ട് തരുന്നത്, പ്രോഗ്രാമിൻ്റെ കടലാസ് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത ഒരു പരിചയം കൊണ്ട് ഇടയ്ക്കൊക്കെ വെച്ച് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കാപ്പി കുടിക്കാൻ വൈകുന്നേരവും ഒക്കെ ഞങ്ങൾ ഞാനും കയറാറുണ്ട്. അവിടെ കയറുമ്പോൾ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അപ്പം പരിചയപ്പെടുകയും എപ്പം കാണുമ്പോഴും കൈ കാണിക്കുകയും സംസാരിക്കുകയും ഒക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് പോയ ആളാണ് അദ്ദേഹം. പിൽക്കാലത്ത് APJ അബ്ദുൽ കലാം എന്ന പേരിൽ അറിയപ്പെടുകയും ISROയുടെ ഏറ്റവും വലിയ ആളാകുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെയൊക്കെ ആദ്യത്തെ ISRO നിക്ഷേപമൊക്കെ പരാജയപ്പെട്ടു. ഇന്ത്യയിൽ മാത്രം വലിയ വലിയ കോലാഹലം ഉണ്ടാക്കി. അദ്ദേഹത്തിനെ മാറ്റണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ യാതൊരു ജാടയുമില്ലാത്ത വെറും ചെരുപ്പും ഇട്ടുകൊണ്ട് നടന്ന നീല ഷർട്ടും ചീകാത്ത തലമുടിയും ഒക്കെയായി നടന്നൊരു മനുഷ്യൻ്റെ ആ രൂപം ഒന്നും അത് ഓർക്കുകയാണ്. വെറുതെ നടന്നും വണ്ടി കയറിയും തിരുവനന്തപുരത്ത് എത്രയോ കാലം നല്ല മനോഹരമായി മലയാളം അറിയാവുന്ന വർഷങ്ങളോളം അവിടെ താമസിച്ചു. കോട്ടയത്ത് പത്രപ്രവർത്തന പരിശീലനം ആരംഭിക്കുന്നതിന് ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആദ്യമായി കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിച്ചു. ആ ഫൗണ്ടേഷൻ കോഴ്സ് അന്ന് കുര്യൻ പാമ്പാടി എന്ന് പറയുന്ന ആളായിരുന്നു പ്രസിഡൻറ്റ് പ്രസ് ക്ലബിൻ്റെ, കേശവൻ നായർ സെക്രട്ടറി. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഒരു മാസത്തെയായി വെക്കേഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക്, ഡിഗ്രി കഴിയുന്ന വിദ്യാർത്ഥികൾക്ക്. ആ ഫൗണ്ടേഷൻ്റെ കോഴ്സ് ഡയറക്ടറായിട്ട് ഞാനായിരുന്നു എൻ്റെ കോഴ്സ് ഡയറക്ടർ. എന്തായാലും അത് എന്നെ തുടർന്ന് അങ്ങനെയാണ് കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഇപ്പം ജേർണലിസം ഡിപ്ലോമയായിട്ട് വരുന്നത്. കോട്ടയത്ത് ആദ്യമായൊരു ഇതൊരു ഫൗണ്ടേഷനായിരുന്നു. ആദ്യമായൊരു സ്ഥാപനം ആരംഭിക്കുന്നത് ഭാരതീയ വിദ്യാഭവനാണ്. ഭാരതീയ വിദ്യാഭവൻ എന്ന സ്ഥാപനം ആരംഭിക്കാൻ ഒരു കാരണക്കാരനുണ്ടായിരുന്നു, ജോസഫ് ജോൺ. കോട്ടയത്ത് ഫ്രണ്ട്സ് ഓഫ് ട്രീ എന്ന് പറയുന്ന ഒരു പ്രകൃതി സംരക്ഷണ സംഘടനയായിട്ട് വന്ന ഒരു പ്രായമാകുന്ന ഒരു 10-70 വയസ്സായ ഒരു ആളായിരുന്നു ജോസഫ് ജോൺ. അദ്ദേഹം ബോംബെയിൽ വലിയ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന ഇപ്പോൾ വിവാദ വിഷയമായി മാറിയിട്ടുള്ള MJ അക്ബറാണ്. അങ്ങനെയുള്ള ജോസഫ് ജോൺ ഇങ്ങനെ ഫ്രണ്ട്സ് ഓഫ് ട്രീയുടെ വാർത്തകളുമായി എല്ലാ പത്ര ഓഫീസിലും വരുന്നത് പോലെ എൻ്റെ ഇരിക്കും വരും. ഞാൻ ഇടയ്ക്കൊക്കെ അല്പമൊക്കെ കൊടുക്കും. അപ്പം ഞങ്ങൾ തമ്മിലൊരു റാപ്പർ, വലിയൊരു സ്നേഹം ബന്ധം പോയി. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അദ്ദേഹത്തോട് താല്പര്യമുണ്ടായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നമുക്ക് കോട്ടയത്ത് ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു സ്ഥാപനം ആരംഭിച്ചാലെന്ന് ചോദിച്ചു. എന്നാൽ ശരി, അത് നല്ല കാര്യമാണല്ലോ. അദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു ബോംബെയിൽ. അപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ച് ഒരു തുടക്കത്തിന് ഒരു ആവശ്യമുണ്ടല്ലോ, ആളെ വേണമല്ലോ. അപ്പം ഞാനും ജോസഫ് ജോണും കൂടെ ഇന്നുമുള്ള മനോരമയിലെ മാമൻ വർഗീസ്,
അതായത് അന്ന് അദ്ദേഹമായിരുന്നു ജനറൽ മാനേജർ മലയാള മനോരമയുടെ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴത്തെ അദ്ദേഹം അതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് കോട്ടയത്ത് ഭാരതീയ വിദ്യാഭവൻ ആരംഭിക്കുകയും ഭാരതീയ വിദ്യാഭവൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുകയും ചെയ്തു. ആ ഡിപ്ലോമ കോഴ്സിലൊക്കെ പഠിച്ച നിരവധി ആളുകൾ ഇന്ന് ഒക്കെ തന്നെ പല ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ഉണ്ട്. അതിപ്പോഴും തുടരുകയാണ്. ഇന്ന് അത് വലിയ ഒരു സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാരതീയ വിദ്യാഭവനിലിരിക്കുന്ന ഇന്ന് ആ ഒരു പരിചയം കൊണ്ടാണ് ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചു. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അപേക്ഷിച്ചിട്ടല്ല, അപേക്ഷ പോലും കൊടുക്കാതെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഒരാൾ പഠിപ്പിക്കാൻ വേണം. എന്നെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചല്ല എന്നെ അന്ന് സ്വീകരിച്ചത്. UGCയുടെ രീതി അനുസരിച്ച് ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്കോളർ ഇൻ ദ ഫീൽഡ് എന്നുള്ളൊരു പ്രൊഫഷൻ വെച്ചാണ് എന്നെ അവിടത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ് യൂണിവേഴ്സിറ്റിയത്. അങ്ങനെ ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി പ്രൊഫസറും കുറച്ച് കഴിഞ്ഞിട്ട് ഡയറക്ടറുമായി. അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ വെള്ളായണി അർജുനൻ എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതനായ ആളായിരുന്നു അതിൻ്റെ ഡയറക്ടർ. ജേർണലിസം കോഴ്സ് ആരംഭിച്ചിട്ടില്ലായിരുന്നു. അന്ന് പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിങ്ങിലൊരു MA കോഴ്സ് ഉണ്ടായിരുന്നു ഈ സ്ഥാപനത്തിൽ. അദ്ദേഹം ആണ് അവിടെ അന്ന് ഡയറക്ടറായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ഡയറക്ടറായി മാറുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെയാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനം ഡൽഹിയിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും പ്രസ്റ്റീജായൊരു സ്ഥാപനമാണ്. അവർ കൊടുക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്, ഡിഗ്രിയല്ല കോഴ്സ് കൊടുക്കുന്നത്. അന്ന് അവിടുന്ന് അവരുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ചൈതന്യ സെൻറ്റർ വെച്ച് കേരളത്തിലെ മുഴുവൻ പബ്ലിക് റിലേഷൻ ഓഫീസർമാരെ അവിടെ ഒരു സെമിനാർ ആരംഭിച്ചു. ആ സെമിനാറിന് എന്നെയും ക്ഷണിച്ചിരുന്നു. അവിടുന്ന് വന്ന ഒരു പ്രൊഫസറും കൂടെ ഒക്കെ വന്നിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങോട്ട് നിർദ്ദേശിച്ചു, നിങ്ങൾക്ക് എന്താണ് ഈ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ്, യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റും ആയിട്ടൊരു സഹകരിച്ചുകൊണ്ട് ഭാരതീയ വിദ്യാഭവൻ്റെ ഒരു ബ്രാഞ്ച് പോലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന് അങ്ങനെ കാര്യമായ ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും അന്നില്ലായിരുന്നു. ആകെ ഒരിടത്ത് ഡൽഹി കഴിഞ്ഞാൽ ഒരെണ്ണേ ഉള്ളായിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതി കാര്യങ്ങൾ നടത്തി ഒരു 3.5 ഏക്കർ സ്ഥലം വടവാതൂർ വാങ്ങിക്കാൻ വരെ കഴിഞ്ഞു. പക്ഷേ അതൊന്നും അന്ന് അത് നടന്നില്ല. അത് കഴിഞ്ഞാണ് പിൽക്കാലത്ത്, അപ്പോൾ തുടക്കത്തിന് ഞാനും കൂടെ ആക്കം വർദ്ധിച്ചു. അതിൻ്റെ അവിടുത്തെ ഡയറക്ടർ വരികയും യൂണിവേഴ്സിറ്റി വന്ന് ചർച്ച നടത്തുകയൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മറ്റ് സ്ഥാപനമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പം കോട്ടയത്തെ പ്രസ് ക്ലബ്ബിലെ ആയാലും ഭാരതീയ വിദ്യാഭവൻ്റെ ആയാലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ആയാലും അതുപോലെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും ഒരു തുടക്കക്കാരനാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സത്യമാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 800 ജേർണലിസ്റ്റുകളെ BBC തൊട്ട് ലോക്കൽ ചാനൽ വരെയുള്ള ചാനലുകളിലേക്കും പത്രങ്ങളിലേക്കും ഒക്കെ തന്നെ ആളുകൾ പ്രൊഫസർമാരായിട്ടും എഡിറ്റർമാരായിട്ടും ഒക്കെ തന്നെ കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ വസ്തുതയാണ്. പഠിപ്പിക്കൽ അല്ലെങ്കിൽ ജേർണലിസം പരിശീലനം എന്നുള്ളത് തുടങ്ങി വെച്ചത് കോട്ടയത്താണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ആദ്യകാലത്തൊക്കെ തന്നെ ഈ നെറ്റ് പരീക്ഷയിൽ കുറേ പേര് ജയിക്കാൻ തുടങ്ങി. അതൊക്കെ കൊണ്ട് UGC ചെയർമാൻ അവിടുന്ന് ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു. വൈസ് ചാൻസലർ വഴി എന്നെയൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ എൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ 10-17 വർഷമായി UGCയുടെ എന്ന് വെച്ചാൽ ഒരു പുതുതായി പ്രായം തെറ്റി വന്ന് യൂണിവേഴ്സിറ്റി വന്നയാൾക്ക് ഇന്ന് ഇന്ത്യയിലെ UGC നെറ്റിൻ്റെ പേപ്പർ വാല്യുവേഷൻ മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ 10-17 വർഷമായി തുടരാൻ കഴിഞ്ഞു. എത്രയോ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലെ മുഴുവൻ മിക്കവാറും ജേർണലിസം യൂണിവേഴ്സിറ്റി ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എക്സാമിനറായിട്ടും PhD തീസിസ് എക്സാമിനറായിട്ടും അവിടുത്തെ സെലക്ഷൻ ബോർഡ് മെമ്പറായിട്ടും ഒക്കെ പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ ഭാരതീയ വിദ്യാഭവനിൽ അന്ന് പഠിപ്പിച്ചതിൻ്റെ ഒരു പരിണതഫലമായിരിക്കും. അക്കാഡമിഷ്യൻ അല്ലാത്ത ഒരാൾ കടന്നു വന്നതിലും ഉള്ള സംതൃപ്തി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ പഠിപ്പിച്ച ഇത്രയും വിദ്യാർത്ഥികൾ ഇന്ത്യയിലും വിദേശങ്ങളിലുമായിട്ടും ഒക്കെ തന്നെ അങ്ങനെ പോകുന്നു എന്നുള്ളത് ഇന്നും ആ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭംഗിയായി പോകുന്നു എന്നുള്ളതും കൃതജ്ഞതയോട് മാത്രം അവരുടെ ഒരാളുടെ മാത്രം അവസ്ഥയല്ല, യൂണിവേഴ്സിറ്റിയുടെയും സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും കൂടെ ഒരു കമ്പൈൻഡ് എഫർട്ടായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റായി കൊണ്ടുപോകുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ചാരിതാർത്ഥ്യം ജനിപ്പിക്കുന്ന വസ്തുതയായി.
പത്രപ്രവർത്തനത്തിൻ്റെ ഏതാണ്ട് അരനൂറ്റാണ്ടോളം എത്തി നിൽക്കുകയാണ് ഞാൻ. 1971 വരുന്ന കാലത്തെ പത്രപ്രവർത്തന രീതിയല്ല ഇന്ന്. അന്നൊരു പത്രാഫീസിലേക്ക് ഒരു വാർത്ത കൊണ്ടുവന്നാൽ ആദ്യം ഒരാളത് എഴുതും, അത് കഴിഞ്ഞൊരു സബ് എഡിറ്റർ നോക്കും, അത് കഴിഞ്ഞിട്ട് ചീഫ് സബ് എഡിറ്റർ നോക്കും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നയപരമായ കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റത്തുള്ള ചീഫ് എഡിറ്റർ വരെ അറിയേണ്ട ഒരു അവസ്ഥയാണ്. അതായത് പ്രിൻ്റ് മീഡിയയുടെ ഒരു പ്രത്യേകത, എന്തും ആർക്കും കയറി കൊടുക്കാൻ കഴിയത്തില്ല. പല ചെക്കിങ്ങാണ്. ചെക്കൻ റീചെക്ക് എന്നായിരുന്നു അതിനകത്തുള്ള വാക്ക് തന്നെ. ആ കാലമെല്ലാം ഇന്ന് മാറിയിരിക്കുന്നു. പ്രിൻ്റ് മീഡിയയിൽ കുറേയൊക്കെ ഉണ്ട്. ഈ ചാനലുകളുടെ, ടെലിവിഷൻ ചാനലുകളുടെ ഒരു വരവോടുകൂടി വളരെയേറെ വ്യത്യസ്തമായ രീതിയിലേക്ക് ഇന്ന് പത്രപ്രവർത്തനം മാറിയിരിക്കുന്നു. ടെലിവിഷൻ മാത്രമല്ല, സോഷ്യൽ മീഡിയ അങ്ങനെ മാറിയിരിക്കുന്നു. പണ്ട് പ്രസ് ഈസ് ഈക്വൽ ടു പി ആയിരുന്നു, അതായത് പി ഈസ് ഈക്വൽ ടു പി, പ്രസ് എന്ന് പറഞ്ഞാൽ പ്രസ്സായിരുന്നു. വീണ്ടും അത് മാറി പ്രസ് ഈസ് ഈക്വൽ ടു ടി ആയി, ടെലിവിഷനായി. ടെലിവിഷനായപ്പോൾ നേരത്തെയുള്ളത് പ്രസ് എന്ന് പറഞ്ഞാൽ പത്രാധിപരായിരുന്നു സർവശക്തൻ, പത്രാധിപർ കമാൻഡ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ടെലിവിഷൻ വന്നപ്പോൾ കുറേ കൂടെ ഇൻറ്ററാക്റ്റീവായി. ഇപ്പം അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ്, പ്രസ് ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു. പ്രസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ആണെന്നൊന്ന്. ഇൻ്റർനെറ്റ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കയറി അതിനകത്ത് പെരുമാറാം. ഒരു ക്യാൻ യു ട്രസ്റ്റ് ദ ഇൻ്റർനെറ്റ് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം തന്നെ. ആർക്കെങ്കിലും പൂർണ്ണമായി ഇൻ്റർനെറ്റിനെ വിശ്വസിക്കാൻ കഴിയില്ല. എന്ത് വേണമെങ്കിലും നമുക്കതിനകത്ത് മാറ്റി മറിച്ചെടുക്കാം. ഈ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് റിട്ടയർ ചെയ്ത് പ്രായം തന്നെ 49 ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് പാൻ കാർഡ് വരെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് പല പത്രങ്ങളിലും ചാനലുകളിലും വന്നു. അവർ റിട്ടയർ ചെയ്തിട്ട് തന്നെ ആ സ്ത്രീ, രാഷ്ട്രീയ നേതാവായ സ്ത്രീ റിട്ടയർ ചെയ്തിട്ട് തന്നെ വർഷങ്ങളായി. അപ്പോൾ ഇങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഫിക്ഷനാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഫാക്റ്റ് അല്ല, ഫാക്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഞങ്ങളൊക്കെ തുടങ്ങിയ കാലത്ത് ഫാക്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഫാക്റ്റ് എന്ന് വെച്ചാൽ ഗോൾഡൻ റൂളിൽ പറയുന്ന ഫാക്ട്സ് ആർ സേക്രഡ് എന്നാണ്. ഇന്നത് മാറി ഫിക്ഷനാണ് സേക്രഡായി മാറിയിരിക്കുന്നത്. എന്തും സെൻസേഷണലൈസ് ചെയ്യുകയാണ്. നമ്മളെ ഒരു ആളുകളെ ഇങ്ങോട്ട് പിടിച്ചടക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രണ്ട് തരം വാർത്തകളാണുള്ളത്. ഒന്ന് ഒറിജിനലായിട്ട് നമ്മൾ കണ്ടെത്തുന്ന വാർത്തകൾ, അത് നമ്മുടെ സാധാരണ വരുന്നു. മറ്റൊന്ന് വിൽക്കപ്പെടുന്ന വാർത്തയുണ്ട്. വിൽക്കപ്പെടുന്ന ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒരു പ്രകടനം നടക്കുകയാണ്. ഒരു പാർട്ടിയുടെ, ഒരു ചെറിയ പാർട്ടിയുടെ, വലിയ പാർട്ടിയുടെ പ്രകടനം നടത്തുകയാണ്. ആ പ്രകടനത്തിന് നടത്തുമ്പോൾ ഒരു പത്രവുമായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം, അവർക്ക് എഗ്രിമെൻറ്റ് ചെയ്യാം. ഈ വാർത്ത ഒരു പേജ് മൊത്തം നിങ്ങളെ കൊണ്ടൊരു സപ്ലിമെൻ്റ് പോലെ കൊടുക്കുക. പക്ഷേ നിങ്ങളുടെ ലേഖകന്മാർ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ എഴുത്തരും, അവരെഴുത്തരുന്നേ അതുപോലെ കൊടുക്കും. താഴെ ആരെങ്കിലും ചിലപ്പോൾ ആരും അറിയാത്ത രീതിയിൽ, കാണാത്ത രീതിയിൽ എഡിറ്റോറിയൽ എന്നോ സ്പോൺസേർഡ് എന്നോ എഴുതി വെക്കും. അപ്പോൾ ആ വായിക്കുന്ന ആളുകൾ വിചാരിക്കും ഇത് യഥാർത്ഥ വാർത്തയാണെന്ന്. അതിനാണ് നമ്മളിപ്പം ഈ പെയ്ഡ് ന്യൂസ് എന്നൊക്കെ പറയുന്നത്. പെയ്ഡ് ന്യൂസൊക്കെ ഇന്ന് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. അതുപോലെ കാശ് ഇങ്ങോട്ട് കൊടുത്തും മറിച്ച്, അതായത് വാർത്ത തരുന്നവർക്ക് പൈസ കൊടുത്ത് കാര്യം വാങ്ങിക്കുന്ന ഒരു തരമുണ്ട്. അതിന് ചെക്ക് ബുക്ക് ജേർണലിസം എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ എഡ്വിൻ ആൾഡ്രിൻ എന്ന് പറയുന്ന ഈ ആദ്യമായിട്ട് ചന്ദ്രൽ കാലുകുത്തിയ, ആദ്യം കൂട്ടിയത് നീൽ ആംസ്ട്രോങ് ആയിരുന്നു. 6.5 മണിക്കൂറിന് ശേഷം കാലുകുത്തിയ എഡ്വിനാണ് ഈ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അത് രണ്ടാമനായിപ്പോയി എന്നുള്ളത് കൊണ്ട് കുടിച്ചും തോന്നിവാസമായിട്ടും ജീവിച്ച് നശിച്ച് അവസാനം അമേരിക്കയിൽ ഒരു കാറ്, സെക്കൻഡ് കാർ വിൽപ്പനശാലയിൽ നിൽക്കുന്ന വിൽപ്പനക്കാരനായി സെയിൽസ്മാനായിട്ട് ചെല്ലുകയാണ്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു പത്രപ്രവർത്തനം ചെന്നും പറഞ്ഞ് എനിക്ക് കാശ് വേണമെന്ന്. അതാണ് ചെക്ക് ബുക്ക് ജേർണലിസം. അവിടെ എഴുതി വെച്ചിരുന്നത് തന്നെ യു ക്യാൻ ബൈ എ സെക്കൻഡ് ഹാൻഡ് കാർ ഫ്രം ദ സെക്കൻഡ് മാൻ ഓൺ ദ മൂൺ. രണ്ടാമനായി പോയി എന്നുള്ള ആ ഒരു വൈക്ലപ്യം കൊണ്ട് നശിച്ച് പോയ ഒരാളാണ് ഈ മനുഷ്യൻ എഡ്വിൻ ആൾഡ്രിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാനലുകളിൽ ഒരു എഡിറ്റിങ്ങുമില്ല. ഇങ്ങനെ വടി കൊണ്ടുവച്ച് അല്ലെങ്കിൽ ആ മൈക്ക് കൊണ്ടുവന്ന് കാണിച്ച് എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഒന്നും വിശ്വസിക്കാൻ വയ്യ. നമ്മളൊരു വാർത്ത കഴിഞ്ഞിട്ട് കണ്ടാൽ ഏത് നമുക്ക് വിശ്വസിക്കണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തോന്നാം, അതും വിശ്വസിക്കാൻ വയ്യ, ഇതും വിശ്വസിക്കാൻ വയ്യ. അങ്ങനെ ഒരു അവസ്ഥാന്തരത്തിലാണ് ഇന്ന് ജേർണലിസം പൊതുവെ മാറിക്കൊണ്ടത്. സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ 90% നമുക്ക് വിശ്വസിക്കാം എന്ന് നമ്മൾ കരുതരുത്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. മുല്ലപ്പൂ വിപ്ലവം തുടങ്ങി ഗൾഫ് നാടുകളിൽ കണ്ടത് കഴിഞ്ഞാൽ നമ്മുടെ
ഡൽഹിയിൽ നടന്ന ആം ആദ്മി പാർട്ടിയുടെ മുൻഗാമിയായ നമ്മുടെ ആ മൂവ്മെൻ്റ്, അഴിമതിക്ക് വിരുദ്ധ സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൂടെ എല്ലാ ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ ഒരവസ്ഥയും വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരും കൺട്രോളിൽ ചെയ്യാനില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രമായി കാര്യങ്ങൾ എത്തിക്കുന്ന, ആ ഇൻഫർമേഷനെ നമുക്ക് വിശ്വസിക്കാമോ എന്ന് നോക്കുന്ന, പല പത്രങ്ങളെടുത്താൽ ഒരു ഫാക്റ്റ് പലതായി ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അതിപ്പോൾ നമുക്ക് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയായി മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് ചാനലിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ആളുകളെ മിത്രമാണ്. പണ്ടൊക്കെ ഒരു എന്താ ആളുകളുടെ ഏറ്റവും അടുത്ത മിത്രമായിരുന്നു ജേർണലിസ്റ്റ് എന്ന് വെച്ചാൽ. നമ്മുടെ കണ്ണില്ലാത്തവൻ്റെ, കാതില്ലാത്തവൻ്റെ, ശബ്ദമില്ലാത്തവൻ്റെ ഒക്കെ സുഹൃത്തായിരുന്നു. പക്ഷേ ഇന്ന് പത്രം മിത്രവും ശത്രുവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്കെതിരായി വരുമെന്ന് പറഞ്ഞാൽ ശത്രുവാണ്, അത് സ്വാഭാവികമാണ്. എങ്കിൽ പോലും ആളുകൾ ഇന്ന് പഴയതുപോലെ ചിന്തിക്കുന്നില്ല. ഞാനൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പത്രപ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്ത് ഇന്ന പത്രാധിപരുടേതാണ് ആ പത്രം എന്നാണ് പറയുന്നത്. ആ പത്രം ഇന്ന, അല്ലെങ്കിൽ കണ്ടത്തൽ വർഗീസ് മാപ്പിളയുടെ, അല്ലെങ്കിൽ കെ സുകുമാരൻ്റെ കേരള കൗമുദി, അല്ലെങ്കിൽ കൊളംബിയറച്ചൻ്റെ ദീപിക, അല്ലെങ്കിൽ KP കേശവൻ്റെ കേരള മാതൃഭൂമി, ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം മാറിയിട്ട് ഇന്ന് ആരാണ് ചീഫ് എഡിറ്റർ എന്ന് പോലും അറിയാത്ത പത്രങ്ങളുണ്ട്. ചില പത്രങ്ങളിൽ ചീഫ് എഡിറ്റർ പേര് പോലുമില്ല. ആ അവസ്ഥയിലേക്ക് ഇന്ന് പത്രപ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഈ പത്രങ്ങളില്ലാത്ത അവസ്ഥയെപ്പറ്റി ജനാധിപത്യത്തിൻ്റെ കാവൽമാലാകരായി വർത്തിക്കുന്നവരാണ് പത്രങ്ങൾ, ഈ മാസ് മീഡിയ. അവരുടെ ശബ്ദവും ശക്തിയുമാണ് ജനങ്ങളുടെ എല്ലാവരും ജീവനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒക്കെ തന്നെ ശക്തിവിശേഷമായി മാറേണ്ടത്. ആ പ്രവർത്തനത്തിൽ തീർച്ചയായും 10-47 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ സന്തോഷമാണ്. അതിനോടെ തന്നെ പത്രപ്രവർത്തകരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിലേറെ സന്തോഷമായി. നിരവധി പ്രത്യേക വാർത്തകൾ, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും അതുവഴിയുണ്ടായ അംഗീകാരങ്ങളും അതുവഴിയുള്ള മാനസിക സംതൃപ്തിയും വളരെ വലുതാണ്. ഈ അടുത്ത കാലത്ത് എനിക്കൊരു കത്ത് കിട്ടി. ഒരു അബ്ദുൽ ഖാദർ, ആലപ്പുഴയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം. ഞാൻ തിരുവനന്തപുരത്ത് അടിയന്തരാവസ്ഥ സമയത്ത് ഇരിക്കുന്ന സമയത്താണ്. അന്ന് ഈ ഫയർഫോഴ്സിൽ ജോലിയുള്ളൊരു ഫയർമാനാണ്. അയാളെ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ ഏതാണ്ട് ചെയ്തു. അവർ കൊണ്ടുവന്ന് പെറ്റീഷൻ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. ആ പെറ്റീഷൻ കമ്മിറ്റിക്ക് പരാതി കൊടുത്തപ്പോൾ അവരൊരു തീരുമാനമെടുത്തു, ഇയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അത് ആ സംഭവം ഈ പറയുന്ന അബ്ദുൽ ഖാദർ എങ്ങനെയോ എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നു. അത് ഞാൻ അന്ന് ദീപികയിൽ 1-ാം പേജിൽ ഇത് വലിയ ക്രൂരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചു. എന്തോ ആ വാർത്ത കണ്ടുകൊണ്ട് അവിടെ അത് ഗവൺമെൻറ് അല്ലെങ്കിൽ വകുപ്പ്, ജയിൽ വകുപ്പ് നടപടിയെടുക്കുകയും അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കത്താണ്, ആ കത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ കത്ത് അതിനകത്ത് പറഞ്ഞേക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സാറിന് മറക്കത്തില്ല. അവാർഡിൻ്റെ ഫോട്ടോയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം എൻ്റെ കുടുംബവും ഞാനും ഒന്ന് ജീവിക്കുന്നത് അന്ന് സാർ എഴുതിയ ആ വാർത്തയുടെ പരിണതഫലമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ചാരിതാർത്ഥ്യം എത്രയോ അവാർഡുകളേക്കാൾ, ആ അവാർഡിനെ അനുവദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതിയത്. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സാധാരണക്കാരൻ്റെ അവൻ്റെ പ്രയാസങ്ങൾക്ക് കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. അവരോടൊപ്പം നമ്മൾ അഭിരമിക്കുമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും പത്രപ്രവർത്തകർ അംഗീകരിക്കും. ഈ ലോകത്ത് ഏറ്റവും നല്ല പ്രൊഫഷനായിട്ട് ഇന്ന് ഞാൻ കരുതുന്നു. അത് ഞാൻ എൻ്റെ വരുന്ന തലമുറയോട്, ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് ഒക്കെ തന്നെ പറയുകയാണ്. നമുക്കത് ആവശ്യമാണ്. ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കേണ്ടത് പത്രപ്രവർത്തനമാണ്, ശക്തമായ പത്രപ്രവർത്തനമാണ്. പക്ഷേ പത്രപ്രവർത്തനം ശക്തമാക്കുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ പെയ്ഡ് ന്യൂസ് പോലെയും ഈ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ കച്ചവടത്തിനു വേണ്ടി സെൻസേഷണലൈസ് ചെയ്യുന്ന ഒരു വാർത്താ ശൈലി നമുക്ക് അപകടം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒന്ന് നോക്കുക, ഇപ്പോൾ ഈ ചാനലായാലും സോഷ്യൽ മീഡിയ ആയാലും എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ജനാധിപത്യം തകരും. അങ്ങനെ തകർന്നാൽ കയ്യൂക്കുള്ളവൻ കാര്യസ്ഥനാകുന്ന, അല്ലെങ്കിൽ കാര്യക്കാരനാകുന്ന ഒരു കാലമുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ എന്തായാലും ഇത്രയും കാലം ഈ ജേർണലിസത്തിൽ കഴിഞ്ഞു. അത് ഇനിയും ഒരു ജീവിതകാലം മുഴുവൻ ജേർണലിസം തുടരാനാണ് ആഗ്രഹം. എങ്കിലും ഞാൻ പറയേണ്ടത്, അങ്ങനെ ഒരു സംതൃപ്തമായ ഒരു കുടുംബജീവിത പശ്ചാത്തലത്തിൽ കൂടെയാണ് ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഭാര്യ കൃഷ്ണകുമാരി പരിപ്പ് ഹൈസ്കൂളിലെ ഹെഡ്മിസ്ട്രസ്സായിരുന്നു. മൂത്ത മകൻ പ്രശാന്ത് CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് കാനഡയിൽ നിന്ന് MBAയും കഴിഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനികളായ
അക്സെഞ്ചർ, ആർ ഡാനലി, GM തുടങ്ങിയ കമ്പനികളിലും പ്രവർത്തിച്ചു. ഇപ്പോൾ ഫീഡോ എന്ന കമ്പനിയുടെ CEO-യും കോ-ഫൗണ്ടറുമാണ്. ഇങ്ങനെ വിദേശങ്ങളിലൊക്കെ വളരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ വളരെയേറെ അംഗീകാരം കിട്ടുകയും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോയി അതിൻ്റെ പല എക്സിക്യൂട്ടീവുകളുമായി ക്ലാസ് എടുക്കാനും ഒക്കെ അവസരം ലഭിക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ഡീന ജേക്കബ്. ബാംഗ്ലൂരിൽ ഓപ്പൺ എന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ CFO-യും കോ-ഫൗണ്ടറുമാണ്. മകൾ ധന്യ, അവൾ ബാംഗ്ലൂർ ഗവൺമെൻറ് KR പുര ഗവൺമെൻറ് മേജർ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഭർത്താവ് അജിത് കുമാർ നോവൽ മൾട്ടിനാഷണൽ കമ്പനിയായ നോവലിൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് ഓഫീസറായിരുന്നു. ഇപ്പോൾ ക്ലൗഡ് മൈൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയിലാണ്. 48 വർഷക്കാലമായി പത്രപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ഒരു പത്രപ്രവർത്തകനായി, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു പത്രപ്രവർത്തകനായി പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 48 വർഷക്കാലത്തെ ആ മധുരകരമായ കാര്യമായ റിസ്ക്കൊന്നുമില്ലാത്ത എല്ലാവരും ഒരു വിധത്തിൽ അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ആ പ്രൊഫഷനെ എന്നും ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ പരിപാടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.